ന്യൂസ് ഡീകോഡിലേക്ക് നമ്മൾ വിശദമായി വരികയാണ്. ഗസയിലേക്കുള്ള നമ്മുടെ ശ്രദ്ധയും ആ ജനതയെക്കുറിച്ചുള്ള ആധിയുമൊക്കെ നല്ല പോലെ കുറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇസ്രായേലിന്റെ കിരാതമായ ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 27,000 കടന്നിരിക്കുന്നു. കുറെ കൂടി നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന പ്രതീക്ഷാവഹമായ സൂചനകൾ വന്നത് ദിവസങ്ങൾക്ക് മുൻപാണ്. പാരീസിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടെന്നും വിവരങ്ങൾ വന്നതാണ്. പക്ഷേ രണ്ട് പക്ഷവും അംഗീകരിച്ച് ഒരു ധാരണ രൂപപ്പെട്ട് പ്രഖ്യാപനമായി പുറത്തു വന്നാൽ മാത്രമേ ഗസയിലെ ജനതയ്ക്ക് ആശ്വസിക്കാൻ വകയുള്ളൂ. എവിടെയൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ പാളുന്നത്, എന്തൊക്കെയാണ് തടസ്സങ്ങളെന്ന് വേഗത്തിൽ ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടി നോക്കിയതിന് ശേഷം നമുക്കൊരു അതിഥിയുണ്ട്, അദ്ദേഹത്തിലേക്ക് വരാം. അപ്പോൾ എന്താണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ? ഒരു പൂർണ്ണമായ വിജയത്തിലേക്ക് എത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന കാര്യത്തിലേക്കാണ് നമ്മൾ വിശദമായി വരുന്നത്. ഹമാസിന്റെ 2 ഉപാധികൾ ഇപ്പോൾ നെതന്യാഹു തള്ളിയിരിക്കുകയാണ്, ഇസ്രായേൽ പ്രധാനമന്ത്രി. ആ ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 4 ഉപാധികൾ: ഒന്ന്, ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുക, ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുക, ഗസയ്ക്ക് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കുക, പലസ്തീൻ തടവുകാരെ പൂർണ്ണമായും വിട്ടു നൽകുക എന്നുള്ള 4 ഉപാധികൾ. അതിൽ 2 ഉപാധികൾ പൂർണ്ണമായും ഇസ്രായേലിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് നെതന്യാഹു അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു ഉപാധികൾക്കും ഞങ്ങൾ ഒരുക്കമല്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കുന്നുവെങ്കിൽ ഏതൊക്കെയാണ് 2 ഉപാധികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ പ്രധാനപ്പെട്ടത് എല്ലാ പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കണം എന്നുള്ള ഹമാസിന്റെ ആവശ്യമാണ്. അങ്ങനെ എല്ലാ തടവുകാരെയും മോചിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ പക്ഷം. പക്ഷേ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യവും നിലപാടും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കും ഇസ്രായേലും നെതന്യാഹുവും എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇന്നലെയും 30ഓളം, അതായത് കഴിഞ്ഞ 2 ദിവസത്തിനിടെ 30ഓളം പ്രകടനങ്ങളും പ്രതിഷേധ രൂപങ്ങളുമാണ് ഇസ്രായേലിലും ടെലവീവിലുമായി ഉണ്ടായത്. അതായത് ഇപ്പോഴും ഹമാസിന്റെ പക്കലുള്ള ബന്ദികൾ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും എല്ലാ പലസ്തീൻ തടവുകാരെയും വിട്ടയക്കണം എന്നുള്ള ആവശ്യം എന്തുകൊണ്ടാണ് ഇസ്രായേൽ നിരാകരിക്കുന്നത്, തള്ളുന്നത് എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ പലസ്തീൻ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ബന്ദികളിൽ, അതായത് ഇസ്രായേലിന്റെ പക്കലുള്ള പലസ്തീൻ തടവുകാരിൽ ഒട്ടേറെ പ്രധാനികളുണ്ട്. അതിൽ ഒരു പ്രധാനിയാണ് ഫത്താഹ് തലവൻ മർവാൻ ബർഗൂത്തി. ഫത്താഹ് തലവൻ മർവാൻ ബർഗൂത്തി 40 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് ഇസ്രായേലിൽ. ഒപ്പം 2 തവണ ക്യാപിറ്റൽ പണിഷ്മെന്റിനും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബർഗൂത്തി ഉൾപ്പെടെയുള്ള ആളുകളെ വിട്ടയക്കണമെന്നുള്ളതാണ് ഹമാസിന്റെ നിലപാട്. പിന്നീട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പുതിയ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചാനൽ 12, അതായത് ഇസ്രായേലിലെ ചാനൽ 12 എന്ന ന്യൂസ് ചാനൽ പുറത്തുവിട്ട വിവരമനുസരിച്ച് പുതിയ ചില ഉപാധികൾ മൊസാദ് വാർ ക്യാബിനറ്റിന് മുന്നാകെ വെച്ചിരിക്കുന്നു എന്നുള്ള ചില ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് 35 ബന്ദികൾക്ക് പകരം 35 ദിന വെടിനിർത്തൽ, അതായത് ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റവരും മുതിർന്നവരുമൊക്കെ ആയിട്ടുള്ള സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെടുന്ന 35 ബന്ദികളെ വിട്ടയക്കുന്നു ഹമാസ്. അതിന് പകരമായി ഓരോ ബന്ദിക്ക് ഓരോ ദിവസം വീതം എന്നുള്ള നിലക്ക് 35 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 35 ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചർച്ച ചെയ്ത് പിന്നീട് ഒരു എക്സ്റ്റൻഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ മൊസാദ് മുന്നോട്ട് വെച്ചിരിക്കുന്ന, വാർ ക്യാബിനറ്റിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഉപാധി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ, പരിക്കേറ്റവർ, മുതിർന്നവർ എന്നൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തുവിടണം എന്നുള്ളതാണ്. 2ാം ഘട്ടത്തിൽ യുവാക്കളായ ബന്ദികൾ, ഹമാസിന്റെ പക്കലുള്ള യുവാക്കളായ ബന്ദികളെ വിട്ടു നൽകുക, അതിന് കൂടുതൽ വെടിനിർത്തലിലേക്ക് പോവുക. അപ്പോൾ ഈ ഉപാധിയോട് വാർ ക്യാബിനറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു? ഇനിയിപ്പോൾ അതൊരു ഔദ്യോഗിക ഉപാധിയായി വന്ന് ഹമാസിന്റെ മുന്നിൽ വെച്ചാൽ തന്നെ ഹമാസ് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇസ്മായിൽ ഹനിയ, ഹമാസ് തലവൻ, നിലവിൽ ഈജിപ്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും ഹമാസിൻ്റെയും ഒപ്പം ഖത്തറിൻ്റെയും പ്രതിനിധികൾ നിലവിൽ പാരീസിൽ നിന്നുകൊണ്ട് ഈ മധ്യസ്ഥ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 27,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 27,000 കടക്കുമ്പോഴും ഒരു സമ്പൂർണ്ണമായി വെടിനിർത്തൽ എപ്പോൾ പ്രാബല്യത്തിൽ വരും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ താജ് ആലുവ നമ്മോടൊപ്പം ചേരുകയാണ് ഘട്ടത്തിൽ. ഡോക്ടർ താജ് ആലുവ, നമ്മൾ 2 ദിവസം ഏകദേശം ഒരാഴ്ചയോളമായി ഒരു ക്രിയാത്മകമായ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് ആശ്വാസകരമായ പ്രതീക്ഷാവഹമായ ഒരു വാർത്ത കേട്ടിട്ട് പക്ഷേ ഒരാഴ്ച പിന്നിടുകയാണ്. എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ ചർച്ചകൾ പാളുന്നത്? ആരുടെ കോർട്ടിലാണ് ഇപ്പോൾ പന്തുള്ളത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ മധ്യസ്ഥ ചർച്ചകളുടെ ഒരു ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്?
അതായത് ഇസ്രായേലിന് പ്രത്യേകിച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരുപാട് സമ്മർദ്ദം ഈ ബന്ദികളുടെ കുടുംബങ്ങൾ വെക്കുന്നു. ഒരു വശത്ത് ആ സമ്മർദ്ദം ഉള്ളതോടൊപ്പം തന്നെ മറുവശത്ത് ക്യാബിനറ്റിലുള്ള, പ്രത്യേകിച്ച് വാർ ക്യാബിനറ്റിലുള്ള തീവ്ര വലതുപക്ഷ ക്യാബിനറ്റ് മെമ്പർമാർ അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്യുന്നു, ഒരർത്ഥത്തിലും വഴങ്ങരുത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഈ രണ്ട് ഇത് കൂടാതെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും, അമേരിക്കയും ആ അർത്ഥത്തിൽ വലിയൊരു സമ്മർദ്ദം, കാര്യമായ സമ്മർദ്ദം എന്ന് പറഞ്ഞുകൂടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും ആ അർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ ഇലക്ഷൻ ടൈമാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എത്രയൊക്കെ തനിക്ക് വഴങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രയൊക്കെ ഇളവുകൾ നൽകാൻ സാധിക്കും എന്ന ഒരു പ്രശ്നത്തിലാണ് വാസ്തവത്തിൽ നെതന്യാഹു ഉള്ളത്. അതിനേക്കാളപ്പുറം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി, പ്രത്യേകിച്ച് ഒരു താൽക്കാലിക വെടിനിർത്തൽ വന്നാൽ തന്നെ തന്റെ പേരുള്ള, നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രിമിനൽ ആരോപണങ്ങൾ, അതുപോലെ ജുഡീഷ്യൽ കേസ്, അതുപോലെ കൈക്കൂലി ആരോപണങ്ങൾ, ഇതൊക്കെ വീണ്ടും തിരിച്ചടിക്കുമോ എന്ന ഒരു സമ്മർദ്ദം. അപ്പോ ഒരർത്ഥത്തിലും ഹമാസിന് വഴങ്ങിക്കൂടാ എന്ന ഒരു ശക്തമായ വാശിയുള്ളത് തീവ്ര വലതുപക്ഷത്തിലാണ്. ഒരു ഘട്ടത്തിൽ അവര് ഇത്രത്തോളം തന്നെ വാദിക്കുന്നുണ്ട്, അതായത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കരാറിലേക്ക് പോകണമെങ്കിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട 6 നേതാക്കളെ, ഇൻക്ലൂഡിംഗ് യഹിയ സിൻവാറും മുഹമ്മദ് ലൈഫ് അവരുടെ കമാൻഡറുള്ള, അതുപോലെ അത്തരം പ്രധാനപ്പെട്ട 6 നേതാക്കളെ ഹമാസ് കൈമാറുകയും അതുപോലെ ഹമാസിന്റെ മുഴുവൻ ആയുധങ്ങളും വെച്ച് കീഴടങ്ങുകയും ചെയ്താൽ മാത്രമേ ഒരു കരാറിലെത്താൻ തങ്ങൾ സമ്മതിക്കൂ എന്ന് ഈ തീവ്ര വലതുപക്ഷത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ഇത്തമാർ ബെൻ ഗവീറും അതുപോലെ സ്മോട്രിച്ച്, ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള സ്മോട്രിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ മൊസാദിന്റെ തലവൻ വെക്കുന്ന ഒരു പ്രായോഗികമായ ഒരു നിലപാടിന് 35 മുതൽ 40 വരെ ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി അത്രയും ദിവസം, എത്ര ബന്ദികളെ വിട്ടയക്കുന്നു അത്രയും ദിവസം വെടിനിർത്താം, പിന്നീട് കാര്യങ്ങൾ തുറന്ന് പരിശോധിക്കാം എന്നുള്ളത്. പക്ഷെ ഹമാസിന്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാവുന്ന പോലെ ഏറ്റവും യുക്തിപരമായ, ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ആവശ്യമാണ്. ആ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കാതെ ഹമാസ് ഒരിക്കലും ഈ വെടിനിർത്തലിന് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഈ ബന്ദികളെ കൈമാറാൻ അവർ സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും കുറച്ച് ബന്ദികളെ മാത്രം, കുറച്ച് പലസ്തീൻ തടവുകാരെ മാത്രം വിട്ടയച്ച് ബാക്കിയുള്ള മുഴുവൻ ഇസ്രായേലി ബന്ദികളും വിട്ടയക്കുക എന്ന് പറയുന്നത് ഹമാസിനെ സംബന്ധിച്ച് ഒരിക്കലും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ ചെയ്തുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ്. കാരണം ഹമാസിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു തുരുപ്പ് ചീട്ട്, നമ്മൾ സാധാരണ പറയുന്ന ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഈ ബന്ദികളാണ്. ബന്ദികളെ വിടുന്നതോടുകൂടി പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏത് കരാറുകൾ ലംഘിക്കുക, അതല്ലെങ്കിൽ പറഞ്ഞത് പാലിക്കാതിരിക്കുക, ഇതൊക്കെ സ്വാഭാവികമായ ഒരു സംഗതിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ആ റൈറ്റിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്ന ഒരു നടപടി തുടരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കരാറുകളെ സംബന്ധിച്ച് അവർക്ക് തികഞ്ഞ ആശങ്കയുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും വെടിനിർത്തി ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുക എന്ന ഒരു ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റൊരു ആവശ്യവും അല്ലെങ്കിൽ മറ്റൊരു നടപടിയും ഹമാസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു ആവശ്യവും ഹമാസ് അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ കാര്യം കൂടി ഇടപെട്ട് ചോദിച്ചോട്ടെ ശ്രീ താജാലു, അതായത് ഇതിനിടയിൽ ശനിയാഴ്ച ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തുന്നു. ഇസ്രായേലിൽ നെതന്യാഹു അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി ഉണ്ട്. അതിപ്പോൾ ഇന്റേണലായും ഒപ്പം ഈ യുദ്ധപരമായും അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിക്കിടെ ആണ് ഇദ്ദേഹം ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ ടെലവീവിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥ ചർച്ചകളെ, സമാധാന ചർച്ചകളെ, ആന്റണി ബ്ലിങ്കന്റെ 6ാമത്തെ സന്ദർശനം ഏതൊക്കെ നിലയിലാണ് സ്വാധീനിക്കപ്പെടാൻ പോകുന്നത്? തീർച്ചയായിട്ടും ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഇളവുകൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദർശനമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്താം. കാരണം അത്രക്ക് അമേരിക്കൻ ഭരണകൂടത്തോട് അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും അതിശക്തമായ പ്രതിഷേധമുണ്ട്. സീസ് ഫയറിനെ കുറിച്ച് പ്രത്യേകിച്ച് ജോ ബൈഡൻ പ്രസംഗിക്കുന്നിടത്തെല്ലാം, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ജോ ബൈഡൻ പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ജനസൈഡ് ജോ എന്ന ആ ഒരു മുദ്രാവാക്യം, അതുപോലെ സീസ് ഫയർ നൗ, ഫ്രീ പലസ്തീൻ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ധാരാളമായി ഉയർന്നു കേൾക്കുന്നു. അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ അകത്ത് അതിശക്തമായിട്ടുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ വിഷയത്തിൽ. ഫലസ്തീന്റെ വിഷയത്തിൽ അതിശക്തമായ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലിങ്കനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനത്തിലൂടെ ഇസ്രായേലിന് കാര്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒരു കരാറിന് വഴങ്ങാൻ, അതും ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കരാറിന്, ഹമാസിന് കൂടി സ്വീകാര്യമാകുന്ന രൂപത്തിലുള്ള ഒരു ബന്ദി കൈമാറ്റ കരാർ, അത്
നേടിയെടുക്കുകയല്ലാതെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിൽ ഇപ്പോൾ വഴിയില്ല എന്ന ഒരു അജണ്ട അത് പ്രധാനമായിട്ടും ബ്ലിങ്കന്റെ സന്ദർശനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് തോന്നുന്നത്. വേറൊരു സംഗതി ഉണ്ടാകുന്നത് ഗസയിലേക്ക് മാനുഷിക സഹായം. ഇപ്പൊ നോക്കൂ, ഏറ്റവും അധികം പട്ടിണി അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സഭ തന്നെ വളരെ ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അവിടെ ഫാമിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ക്ഷാമം. ഈ ക്ഷാമത്തിന്റെ ഫാമിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് വരെ വേണമെങ്കിൽ ഭക്ഷണ സാധനം ഇസ്രായേലിന്റെ അനുമതിയില്ലാതെയോ അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ എതിർപ്പിനെ മറികടന്നോ ഒക്കെ അവിടെ എത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. അപ്പോ അതും ബ്ലിങ്കന്റെ സന്ദർശനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. വലതുപക്ഷം, തീവ്ര വലതുപക്ഷം ഈ അടുത്ത് അവരൊരു കോൺഫറൻസ് നടത്തി. അതായത് പിന്നെ ഗസയിലെ ആളുകളെ മുഴുവൻ നാടുകടത്തുന്നതിനെ കുറിച്ചുള്ള സന്ദേശം നൽകിയ ഒരു കോൺഫറൻസ് ആണ് കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ ഒരു കോൺഫറൻസ്. അതില് ഏറ്റവും അധികം ഈ വലതുപക്ഷത്തിന്റെ നിലപാടുകളെ അമേരിക്ക വളരെ സംശയത്തോടെയും അതുപോലെ തന്നെ അത്യധികം ഭീതിയോടെയും കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഗസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കുന്നത് പോലും തടുക്കുന്നത്, അതിന് പാര വെക്കുന്ന, അതിന് തടയിടുന്ന തരത്തിലുള്ള നിലപാടുകളാണ് തീവ്ര വലതുപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ തീവ്ര വലതുപക്ഷത്തെ അനുനയിപ്പിക്കുക, ഗസയിലേക്ക് സഹായം എത്തിക്കുക, ഹമാസിന് കൂടി സ്വീകാര്യമായ അർത്ഥത്തിലൊരു ബന്ദിമോചന കരാറിന് ഇസ്രായേൽ ഭരണകൂടത്തെ നിർബന്ധിക്കുക, ഇത്തരം അജണ്ടകൾ തീർച്ചയായിട്ടും ബ്ലിങ്കന്റെ സന്ദർശനത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, നന്ദി ഡോക്ടർ താജ് വാലിവായി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ആന്റണി ബ്ലിങ്കൻ ശനിയാഴ്ച ഇസ്രായേലിലെത്തുന്നു. ഒപ്പം നിർണായകമായ മധ്യസ്ഥ ചർച്ചകൾ, സമാധാന നീക്കങ്ങൾ പാരീസ് കേന്ദ്രീകരിച്ചും ഈജിപ്ത് കേന്ദ്രീകരിച്ചുമൊക്കെ നടക്കുന്നു. എത്രയും പെട്ടെന്ന് എല്ലാം ഒരു ഫലപ്രാപ്തിയിലെത്തി ഒരു ശാശ്വതമായ വെടിനിർത്തലിലേക്ക് ഗസ പോകട്ടെ, ആ ജനതയ്ക്ക് ഒരു സമാധാനപൂർണമായ ദിവസങ്ങൾ, ജീവിതം, ഭാവി ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്.